ഗസ ഇസ്രായേൽ സംഘർഷം വീണ്ടും ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ യുദ്ധം തുടരുമെന്നായിരുന്നു ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും അമേരിക്കയുടെയും ഭീഷണി. പ്രശ്നപരിഹാരത്തിനായി മധ്യസ്ഥ രാജ്യങ്ങൾ ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിരിക്കുകയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ്. ഗസ മുനമ്പിൽ ഹമാസ് തടവിലാക്കിയവരുടെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും നെതന്യാഹുവിനാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിന്റെ സൈനിക വിഭാഗമായ അൽ ഖുദ് ബ്രിഗേഡ്സ് ആണ് പ്രസ്താവനയിലൂടെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായ വ്യവസ്ഥകളെല്ലാം പാലസ്തീൻ പാലിച്ചിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വെടിനിർത്തൽ കരാറിലെ നിബന്ധനകൾ അനുസരിച്ചുള്ളതുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ അതിന് വിപരീതമായി തങ്ങളുടെ ബന്ദികൾക്ക് നേരെ നീചമായി പ്രവർത്തിച്ചെന്നാണ് ഇസ്ലാമിക് ജിഹാദ് ആരോപിക്കുന്നത്. കൂടാതെ ഹമാസിന്റെ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ബന്ദിമോചനം തുടർന്നില്ലെങ്കിൽ ഗസയിൽ യുദ്ധം തുടങ്ങുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്ന ഇസ്രായേൽ ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് ആലോചിക്കും. ഹമാസിന്റെ കയ്യിൽ അകപ്പെട്ടവരുടെ ഭാവി നെതന്യാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നെന്നാണ് ഇറാൻ പറയുന്നത്. കരാർ വ്യവസ്ഥകൾ ഇസ്രായേൽ പാലിച്ചാൽ തങ്ങളും അത് പാലിച്ച് നിലകൊള്ളുമെന്നാണ് ഇറാൻ ഇസ്രായേലിന് നൽകുന്ന മുന്നറിയിപ്പ്. ഗസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചാണ് ഹമാസ് തങ്ങൾ തടവിലാക്കിയിരിക്കുന്ന ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെച്ചത്. എന്നാൽ ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് മുമ്പ് ഹമാസ് കൂടുതൽ തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുമെന്നും ഗസ മുനമ്പിൽ തീവ്രമായ പോരാട്ടം പുനരാരംഭിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഭീഷണി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ ഇസ്രായേലിന് മറുപടിയുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഗാസ വിഷയത്തിൽ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നെന്ന് പറയുമ്പോഴും ഇസ്രായേലിനൊപ്പം നിൽക്കുന്നവരാണ് അമേരിക്ക. ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഒരു വസ്തുതാപത്രം പുറത്തിറക്കിയിരിക്കുകയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ അമേരിക്കയുടെ കപട സമീപനത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇതിന്റെ ഉള്ളടക്കം. ഇറാനുമേൽ അമേരിക്ക നടപ്പിലാക്കിയിരിക്കുന്ന എല്ലാ ലംഘനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ വസ്തുതാപത്രം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. ഇതേപ്പറ്റി വിശദമായി തന്നെ ഇറാൻ പുറത്തിറക്കിയ വസ്തുതാപത്രത്തിൽ പറയുന്നു. ട്രംപിന്റെ ആദ്യ ടേമിൽ തന്നെ അമേരിക്ക ഈ സമ്മർദ്ദ നയം ആരംഭിച്ചിരുന്നു. നിലവിൽ വീണ്ടും ട്രംപ് ഭരണത്തിലെത്തിയപ്പോൾ അത് പുനരാരംഭിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 4 അമേരിക്കൻ ചീഫ് എക്സിക്യൂട്ടീവ് ഒപ്പുവെച്ച പ്രസിഡൻഷ്യൽ നാഷണൽ സെക്യൂരിറ്റി മെമ്മറാണ്ടത്തിലൂടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമ്മർദ്ദം ശക്തമാക്കാൻ ട്രംപ് ഉത്തരവിട്ടു. ഇറാനോടുള്ള അമേരിക്കയുടെ ദീർഘകാലമായുള്ള ശത്രുതയുടെ വിപുലീകരണമായാണ് ഇറാൻ മന്ത്രാലയം ഈ നയത്തെ വിശേഷിപ്പിച്ചത്. പക്ഷേ ബൈഡന്റെ ഭരണകാലത്തും ട്രംപ് കൊണ്ടുവന്ന ഉപരോധങ്ങൾ നിലനിർത്തിയെന്ന് മാത്രമല്ല, ഇറാനെതിരെ നൂറുകണക്കിന് ഉപരോധങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരം നിർബന്ധിത നടപടികളെ ചെറുക്കുന്നതിനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രതിബദ്ധതയെക്കുറിച്ചും മന്ത്രാലയം എടുത്തു പറയുന്നു. ഇരട്ടത്താപ്പ് നയമാണ് സത്യത്തിൽ അമേരിക്ക ഇറാനോട് കാണിച്ചിരിക്കുന്നത്. ആണവ വിഷയത്തിൽ ഇറാനുമായി ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യുന്ന അതേ സമയം തന്നെ അമേരിക്ക ഇത്തരം ഉപരോധങ്ങൾ ഇറാനെതിരെ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഇറാൻ അമേരിക്കയുടെ ഈ കുരുട്ടുബുദ്ധി കണ്ടറിഞ്ഞു തന്നെയാണ് നിന്നിട്ടുള്ളത്. അമേരിക്കയുമായുള്ള നയതന്ത്രത്തിൽ എപ്പോഴും നല്ല വിശ്വാസത്തോടെ ചർച്ചകളിൽ ഏർപ്പെടാൻ രാജ്യം ശ്രമിച്ചിട്ടുണ്ടെന്ന് ഇറാൻ പറയുന്നു. എന്നിരുന്നാലും ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ഇടപെടുമ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദവും ഭീഷണി തന്ത്രങ്ങളും ഒരിക്കലും ഫലം കണ്ടിട്ടില്ലെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. അമേരിക്കയുടെ ഈ ഇരട്ടത്താപ്പ് നയം രാജ്യത്തോടുള്ള അവിശ്വാസം വർദ്ധിപ്പിക്കുകയും അർത്ഥവത്തായ നയതന്ത്ര ഇടപെടലിനുള്ള സാധ്യതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഇറാനിയൻ അധികൃതർ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ നിലപാടില്ലാതെ അമേരിക്ക സ്വീകരിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് അമേരിക്കയെ പലപ്പോഴായി വെട്ടിലാക്കിയിട്ടുള്ളതും. 2015 ഇറാനും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിന്റെ പിന്തുണയുള്ള ഒരു കരാറാണ് ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഇത് സംബന്ധിച്ച അമേരിക്കയുടെ ട്രാക്ക് റെക്കോർഡിനെ പറ്റിയും വസ്തുതാപത്രത്തിൽ ഇറാൻ പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ഉണ്ടായിരുന്നിട്ടും മുൻ ട്രംപ് ഭരണകൂടം 2018 ഏകപക്ഷീയവും നിയമവിരുദ്ധവുമായ ഒരു നീക്കത്തിലൂടെ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു. തുടർന്ന് കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ലംഘിച്ച് അവർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മേൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. ഇറാനെതിരെ തുടർച്ചയായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വസ്തുതാപത്രത്തിന്റെ ഉള്ളടക്കത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ രേഖകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി സ്ഥിരീകരിച്ച കരാർ ഇറാൻ പൂർണ്ണമായും പാലിച്ചിട്ടും അമേരിക്ക അതിൽ നിന്നും പിന്മാറിയിരുന്നു. കഴിഞ്ഞ 4 വർഷമായി കരാറിൽ പറഞ്ഞിരിക്കുന്ന പ്രതിബദ്ധതകൾ നടപ്പിലാക്കാനോ
ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കാനോ അമേരിക്ക ഒരിക്കലും തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, പലതവണയായി ഇതിനുവേണ്ടി നടത്തിയിരുന്ന പല ചർച്ചകൾക്കും അമേരിക്ക ഇടങ്കോലിട്ടതായും വസ്തുതാപത്രത്തിൽ പറയുന്നു. മാത്രമല്ല, ഭീകരരെ പിന്തുണയ്ക്കുന്നുവെന്ന് മുദ്രകുത്തി ഇറാനെതിരെ പലതവണ അമേരിക്ക വന്നിട്ടുണ്ട്. അമേരിക്കയുടെ കൂട്ടാളിയായ ഇസ്രയേലിന്റെ അധിനിവേശത്തിനും ആക്രമണത്തിനുമെതിരെ പോരാടുന്ന പ്രാദേശിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾക്ക് ഇറാൻ തുടർച്ചയായി പിന്തുണ നൽകുന്നുണ്ട്. എന്നാൽ ഇതിനെ ഭീകരത വളർത്തുന്നതായി മുദ്രകുത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ചെറുത്തുനിൽപ്പിനും അവകാശങ്ങൾക്കുമായി പോരാടുന്ന മേഖലയിലെ ചെറുത്തുനിൽപ്പ് ഗ്രൂപ്പുകൾക്കും മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇറാൻ നൽകുന്ന പിന്തുണയെ ഭീകരതയ്ക്കുള്ള പിന്തുണയായി മുദ്രകുത്തുന്നത് ശരിയല്ലെന്നും ഇറാൻ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്യുന്നു.